നമസ്കാരം, എല്ലാവർക്കും അട്രാക്റ്റ് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ചാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കടം. അപ്പോൾ നമ്മൾ മണി അട്രാക്ഷൻ്റെ ടിപ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കടത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാ കമൻസിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കടം കുറച്ച് കൊണ്ടുവരാനുള്ള ടിപ്സും പറഞ്ഞുതരാം. ഇപ്പം എല്ലാ മനുഷ്യരിലും കടമുണ്ടല്ലേ. കടമില്ലാത്തൊരു മനുഷ്യനെ കണ്ടുപിടിക്കാനേ സാധിക്കില്ല. EMI അടച്ചടച്ച് തന്നെ എല്ലാവരും ഒരു വഴിയായിരിക്കുവാണ്. എന്ത് കാര്യത്തിനും ലോൺ എടുക്കാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെ പറ്റിയൊക്കെ ചാനലിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല വെച്ചാൽ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യം ഞാൻ പറയുന്നത് ഈ കടം മാറാനുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് മതിയോ അല്ലെങ്കിൽ ഇത് ചെയ്താൽ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ സാധിക്കും, അതിൻ്റെ മാറ്റത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ പ്രശ്നങ്ങൾ തീർന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഗുണം. ഓക്കെ, നമ്മൾ പറയുന്ന എല്ലാ ടിപ്സും വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കടം നമ്മുടെ ലൈഫിൽ വരുന്നതൊക്കെ തന്നെ നമ്മുടെ ജാതകത്തിലൊക്കെ രാഹു കേതു ഒക്കെ നല്ല രീതിയിലല്ല നിൽക്കുന്നെങ്കിൽ, എന്തെങ്കിലും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കടമുള്ളത്. അപ്പോൾ രാഹു കേതു ആ ദേവതകളെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളത് അവരെ സംപ്രീതരാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി നമുക്ക് പൂജയും വഴിപാടും ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഒരുപാട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുള്ള വഴികൾ ഏറ്റവും സിമ്പിളായിട്ട് പ്രകൃതിയായിട്ട് ഇണങ്ങി ചേരുന്ന അങ്ങനത്തെ ഒരുപാട് ടിപ്സ് ഉണ്ടെന്നേ. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ കടങ്ങൾ തീർക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് പറയുന്ന 2 കാര്യം രാഹു കേതുവിനെ സംപ്രീതപ്പെടുത്താൻ ഏറ്റവും നന്നായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അതായത് രാഹു കേതു നമ്മുടെ ജാതകത്തിൽ ഓക്കെ ആയാൽ തന്നെ നമുക്ക് കടങ്ങൾ കുറയുകയും നമുക്ക് സമ്പാദ്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും ചെയ്യുന്നത് പോലെ എനിക്ക് ഈ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നതിലും നിങ്ങളതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കടങ്ങളൊക്കെ കുറഞ്ഞ് നിങ്ങൾക്ക് സമ്പാദ്യമൊക്കെ ഉണ്ടായി വരാനൊക്കെ ഈ പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയാണ്. താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ പറയാൻ പോവാട്ടോ. ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 തരം ധാന്യം എടുക്കാം. അത് ഏത് ധാന്യം വേണമെങ്കിലും എടുത്തോളൂ. 5 തരമായിരിക്കണം. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് പക്ഷികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ഷികൾക്ക് കൊടുക്കാൻ പറ്റുന്ന 5 തരം ധാന്യം അതാണ് എടുക്കേണ്ടത്. അതിപ്പം എന്താ പറയുക, നോർമലി കൊടുക്കുന്ന ഒരു ധാന്യമുള്ള തിന എന്നൊക്കെ പറയുന്ന അതുപോലത്തെ എടുക്കാം. പക്ഷേ 5 ധാന്യങ്ങൾ വേണം. അത് പക്ഷികൾക്ക് നോർമലി നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള 5 ധാന്യങ്ങൾ എടുക്കുക. അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. അതായത് തീരെ പൊടിച്ച് പൗഡർ പോലെ ആവരുത്, അല്ലാണ്ട് ഈ പക്ഷികൾക്ക് നമ്മൾ കൊടുക്കുന്ന പോലെ രൂപത്തിലാക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ടിന്നിലിട്ട് വെച്ചേക്കുക. എല്ലാ ദിവസവും അത് ചെറിയൊരു പാത്രത്തിൽ, വീട്ടിൽ പക്ഷികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മതിലിലോ മുറ്റത്തോ എവിടെയെങ്കിലും കുറച്ച് വെള്ളത്തോടെ കൂടി വെക്കുക. പക്ഷികൾ അത് കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പക്ഷികൾ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പക്ഷികൾ അവിടെ ആ പരിസരത്ത് കാണില്ലേ. അങ്ങനെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിലെ രാഹു കറക്റ്റ് ആവാൻ തുടങ്ങും, സംപ്രീതനാവാൻ തുടങ്ങും, നിങ്ങളുടെ കടം കുറയാൻ തുടങ്ങും. നിങ്ങൾക്ക് കടം കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാതെ എന്തെങ്കിലും ഒരു വഴികൾ തുറക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വെറുതെ പറയുന്നൊന്നുമല്ല, ഇത് വളരെ എഫക്റ്റ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. പ്രകൃതിയുമായിട്ട് ഇണങ്ങി ഈ പ്രപഞ്ചത്തോട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് നന്മകൾ ചെയ്താൽ തന്നെ നമ്മുടെ ഒരുപാട് ഇഷ്യൂസ് മാറും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വഴി ഈ പക്ഷികൾക്ക് വെള്ളവും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 5 ധാന്യങ്ങൾ പഞ്ചസാരയിൽ മിക്സ് ചെയ്ത് മധുരമായി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ മധുരതരമായി തന്നെ പോകുമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. നമുക്ക് കടങ്ങളൊക്കെ മാറി നമുക്ക് സമ്പാദ്യത്തിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയിട്ട്, സമ്പാദ്യം നമ്മുടെ ലൈഫിൽ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് കേതു ഭഗവാനെയാണ് കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിന് പൂജകളൊന്നും ചെയ്യണ്ട. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി ഉണ്ടെന്ന് അറിയാമോ? നമ്മൾ തെരുവിലൊക്കെ കാണുന്ന നായ്ക്കളുണ്ടല്ലോ,
അതായത് തെരുവോരങ്ങളിലൊക്കെ കിടക്കുന്ന ശാന്തരായിട്ടുള്ള നായ്ക്കളെയാട്ടോ നമ്മളെ ആക്രമിക്കാൻ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അടുത്തോട്ട് ചെല്ലുമ്പോൾ നമ്മളെ കടിക്കാൻ വരുന്ന നായ്ക്കളെയല്ല, ശാന്തമായിട്ട് കിടക്കുന്ന തെരുവോരങ്ങൾ കിടക്കുന്ന നായ്ക്കൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുക. അത് ബിസ്ക്കറ്റ് ആവാം, പാലാവാം, ബ്രെഡാവാം, ബണ്ണാവാം, എന്തുമായിക്കൊള്ളട്ടെ കൊടുക്കുക. അത് നിങ്ങൾക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയം ഉണ്ടെച്ചാൽ മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങളത് കൊടുക്കുക. ഇത് വെറുതെ പറയുന്നതല്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഒരു അനുഗ്രഹം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് കഴിയും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഭയങ്കരമായ പ്രശ്നമുള്ള സമയത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും തമാശയായിട്ട് കാണരുത് കേട്ടോ. ഇതൊന്നും തമാശയായിട്ട് കാണാൻ പറ്റിയ കാര്യങ്ങളേ അല്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ കടങ്ങൾ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും. ഓക്കെ, കുറച്ചെങ്കിലും സമ്പാദ്യം നിങ്ങളുടെ കയ്യിലേക്ക് ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. തമാശയായിട്ട് കാണരുത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ, ആർക്കും ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പയ്യെ പയ്യെ കുറച്ച് സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിലേക്ക് എല്ലാവരെയും കടക്കാൻ സാധിക്കണം. അപ്പോൾ ഇന്ന് പറഞ്ഞ 2 കാര്യം തമാശയായിട്ടൊന്നും എടുക്കാതെ ഏറ്റവും നല്ല രീതിയിൽ ലൈഫിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. ഇതോടെ നിങ്ങളുടെ കടമൊക്കെ മാറി നല്ല സെറ്റിൽഡ് ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. രാഹുവിൻ്റെയും കേതുവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ഹാപ്പി ലൈഫിനായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.